അപ്പൊ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നത് മൂകാംബികന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന റോഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് മൂകാംബിക ഹെമ്മാടി റോഡിലാണ്. മൂകാംബിക ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്ന് ആദ്യത്തെ പരിപാടി ത്രാസി ബീച്ചാണ്. അപ്പം ഹെമ്മാടിയിൽ നിന്ന് റൈറ്റ് എടുത്തൊരു 7 കിലോമീറ്ററേ ഉള്ളൂ ത്രാസി ബീച്ച് പോകാൻ വേണ്ടി. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരെ ത്രാസി ബീച്ചിലേക്ക് പോകാം. ഹെമ്മാടി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ കൊച്ചിയിലോട്ട് പോകേണ്ടത്. ത്രാസി ബീച്ചിൽ പോകണമെങ്കിൽ നമ്മൾ റൈറ്റ് പോകണം. റൈറ്റ് എടുത്ത് ഗോവ റൂട്ടിൽ പോകണം അല്ലേ? ഇവിടുന്ന് 200 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഗോവ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഇവിടുന്ന് ഈ ഹെമ്മാടിയിൽ നിന്ന് 7 കിലോമീറ്റർ ആണ് ത്രാസി ബീച്ച്. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചേട്ടാ ത്രാസി ബീച്ച് ഒന്ന് കാണണമെന്ന്. ആണോ? നീ എന്തോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കുറെ ദൂരം ഇങ്ങനെ നമുക്ക് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ വീഡിയോയില് ഈ ഡ്രോൺ വ്യൂ ഒക്കെ കാണുന്ന ഇതുണ്ടല്ലോ, ഡ്രോൺ വ്യൂ കാണുന്ന ഒരു എഫക്ട് നമുക്ക് നേരിട്ട് പോയാലുണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. കണ്ട കടല് കാണാം. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതാണ് ത്രാസി ബീച്ച്. ഇവിടെ ഈ കല്ല് അകത്തോട്ട് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട് അവിടെ ആയിട്ട്. അത് ബോട്ടാണ്. അപ്പൊ ഇതിന്റെ ഡ്രോൺ വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഇവിടെ ഒരു വാച്ച് ടവർ പോലെ ഒരു ചെറിയ സാധനമുണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ കയറി നോക്കാം. നല്ല വ്യൂ ചിലപ്പോൾ കിട്ടിയാലോ. അങ്ങോട്ട് നിന്നോ. ഇതിന്റെ ഈ വാച്ച് ടവറിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇത് കാണുമ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടി ഈ ബീച്ചിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. ഇതിങ്ങനെ ഒത്തിരി ദൂരമുണ്ട്. എന്ത് വലിയ പാറയെന്ന് കണ്ട. അമ്മ അങ്ങോട്ട് കയറി ആ പാറയുടെ പുറത്ത്. അപ്പോഴാണോ പാറയുടെ സൈസ് മനസ്സിലാവുന്നത്. ഭയങ്കര വലിയ വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ നമ്മളെ 3 സൈഡും വെള്ളമാണ്, കടൽ. 3 സൈഡും കടലാണ്. കണ്ടാ, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ തിര അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മളെ 2 സൈഡിലും തിര അടിക്കുന്നുണ്ട്. അമ്മൂക്ക് എത്തിയാ? അമ്മക്കുട്ടി ഇതേ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ത്രാസി ബീച്ചിൽ നിന്ന് മുകളിലോട്ട് കയറാണ്. കല്ലടുക്കിന്ന് മുകളിലെത്തി. പോവാം. വണ്ടി നല്ല രസം കിടക്കണാണ്. അതേ കളർ ഒരു ഹോണ്ട സിറ്റി കൊണ്ട് ബാക്കിലിട്ടിരിക്കുന്നു. കണ്ടാ അമ്മക്കുട്ടി എന്തുവാണ് സാധനം? ആണാ? നോക്കട്ടെ. ഇത്രയും കിട്ടിയല്ലേ? അപ്പൊ നമുക്ക് പോവാം. ഈ ബീച്ചിന്റെ ലെങ്ത് ഏകദേശം 1 കിലോമീറ്റർ ആണ്. ഇതിലേ പോണ ട്രാവലേഴ്സ് എല്ലാം ഇവിടെ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. അതാണ്ട ബൈക്കേഴ്സ് നിൽക്കുന്നതാണ്ട, ബുള്ളറ്റ് റൈഡേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഈ ബീച്ചിൽ കൂടെ ഇവിടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴേ വണ്ടി എത്രത്തോളം പൊക്കമുണ്ടോ അത്രയും നമുക്ക് നല്ല വ്യൂ കിട്ടും. ഈ ബീച്ചിന്റെ സൈഡിലുള്ള റോഡ് കണ്ട ഒത്തിരി ദൂരം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുവാണേ. ഹൈവേ, നമ്മളെ നാഷണൽ ഹൈവേ 66 ആണിത്. ഭയങ്കര നല്ലൊരു ലൊക്കേഷനാണ്. ഇവിടെയൊക്കെ നമുക്ക് കുറെ കൂടെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ബീച്ചിന്റെ. ഒത്തിരി ദൂരം കാണാൻ പറ്റും. ഇവിടെ കണ്ട, ഇവിടെ അടിപൊളി വ്യൂ ആയി. ഇവിടെയൊക്കെ എത്തിയപ്പോ കണ്ട ഓരോ ഈ കടലിന്റെ വെള്ളേ ഇങ്ങനെ കുളം പോലെ കയറി കിടക്കുന്നുണ്ട. നല്ല രസമുണ്ട്. ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇന്നിങ്ങനെ ഈ കുളം പോലെ അകത്തോട്ട് വന്നിരിക്കണുണ്ട്. ഇതിനകത്ത് വലിയ തിര കാണത്തില്ല. ഇത്രയും ദൂരവും നമുക്ക് ഡിവൈഡർ ഒന്നും ഇല്ല തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും ദൂരം സിംഗിൾ സ്ട്രെച്ച് ആണ്. അവിടെ എല്ലാം കണ്ട അടിപൊളി വ്യൂ കേട്ടോ ഇവിടെയൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് ഒരു യൂ ടേൺ ഉണ്ട്. ത്രാസി ബീച്ച് കണ്ടു. നമുക്കിനി ഇവിടെ നിന്ന് യൂ ടേൺ അടിക്കാം അല്ലേ? ഇവിടെ നോക്കി യൂ ടേൺ അടിക്കണം. എന്തെന്നറിയാമോ? ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഹൈവേ ആണ്,
വണ്ടികളെല്ലാം ഫുൾ സ്പീഡിൽ വരും. അപ്പൊ നമ്മൾ ആ ബീച്ച് കണ്ട ലാഘവത്തോടെ അവിടെ യൂട്ടേൺ അടിക്കുമ്പോഴേ അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ബീച്ചിന്റെ എക്സ്പീരിയൻസ് ഒരു ഭീകര എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ പൊക്കം കുറഞ്ഞ വണ്ടിയിൽ ഇപ്പുറത്തെ റോഡിൽ കൂടെ പോകുമ്പം അപ്പുറത്ത് ബീച്ച് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ബസ്സിലൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ബസ്സിൽ ലോറിയിലൊക്കെ ആണെങ്കിൽ അറിയാം. നല്ല വ്യൂ ആയിരിക്കും. അപ്പം കുറെ ദിവസത്തെ ആഗ്രഹം നടന്നല്ലേ? ഓക്കെ. അമ്മൂന് കുറെ സീഷെൽസും കിട്ടി. അവള് ഭയങ്കര ഹാപ്പി. ആണോ? ഓക്കെ. ഇപ്പൊ കിട്ടിയല്ലോ. നമ്മളങ്ങനെ മംഗലാപുരം സിറ്റിയിലാണ് ഇപ്പൊ. നല്ല തിരക്കുണ്ട്. അതെ. നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളെ തലപ്പാടി ടോൾ പ്ലാസ ജസ്റ്റ് കഴിഞ്ഞു. അപ്പം അടുത്ത് കേരളത്തിലോട്ട് വീണ്ടും തിരിച്ച് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടാ. ബോർഡർ വരുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് മറ്റേ പഴയ ടാറിങ്ങും നേരെ തിരിച്ചായിരുന്നേ. നേരത്തെ ഇവിടെ നിന്ന് നല്ല റോഡ് വന്നിട്ട് ഇടുങ്ങിയ റോഡിലോട്ട് കയറുമായിരുന്നു. അങ്ങനെ നമ്മള് കേരളത്തിലെത്തി. കേരളത്തിൽ നാഷണൽ ഹൈവേ 66ന്റെ പണി പൂർത്തിയായ ഭാഗമാണ്. ഈ റോഡിൽ ലൈൻസ് ഒക്കെ ഇടാനുണ്ടെന്നോണ്ടല്ലേ? ബാക്കിയെല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം ആയി. കേരളമായി. പിന്നെ സിഗ്നൽസ് ഒക്കെ വെക്കാനുണ്ടാവും. അല്ല, ഇവിടെ സിഗ്നൽ ഇല്ലെന്നാണ് തോന്നുന്നത്. സിഗ്നൽ ഫ്രീ റോഡെന്നാണ് പറയുന്നത് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ പാസിങ്ങിന്റെ ഒരു ഫ്ലൈ ഓവർ പോലെ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ പണി നടക്കുന്നതുകൊണ്ടാണ് അവരതിലെ വിടാത്തത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ രാവിലെ 7 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ ഏകദേശം നമ്മളവിടെ ത്രാസി ബീച്ചിൽ പോയോണ്ടാണ് കുറച്ച് ഡിലേ ആയത്. അപ്പൊ അടുത്ത് കൊള്ളാന്നുള്ള ഇവിടെ എന്തെങ്കിലും കയറി കഴിക്കാം, നോക്കാം. സമയം മണി 10 ആയല്ലേ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയും ഉഴുന്ന് വടയും ചായയാണ് അല്ലേ? കൊള്ളാമോ? മണി 11:30 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലേറ്റായിപ്പോയി. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. ഇനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചിട്ട് പോകണം. കൊള്ളാമോ? നല്ലതല്ലേ? അപ്പം 2 കിലോ എടുക്കും. 2 കിലോ ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ അടുത്ത സാധനം വാങ്ങിക്കാം കേട്ടാ. അപ്പോൾ പോവാം. അങ്ങനെ ഓറഞ്ച് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മാഹിയിലെത്തി ഫ്യൂൽ അടിച്ചു. 2660 രൂപയ്ക്കാണ് ഫ്യൂൽ അടിക്കേണ്ടി വന്നത്. 32.5 ലിറ്റർ. അതായത് നമ്മൾ 32.5 ലിറ്ററിന് ഇവിടെ നിന്ന് മൂകാംബിക പോയിട്ട് തിരിച്ചിവിടെ എത്തി. നേരത്തെ ഫുൾ അടിച്ചു. അതിനിപ്പോൾ വീണ്ടും ഫുൾ അടിക്കുക. 32.5 ലിറ്ററാണ് ആയിട്ടുള്ളത്. അപ്പം 600 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് മൂകാംബിക പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അഡീഷണൽ ഓടിയിട്ടുണ്ട്. അങ്ങനെ 615 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പം അടിച്ച ഫുള്ളിൽ നമുക്ക് എന്തായാലും വീട്ടിലെത്താൻ പറ്റും. അവിടെ പോയിട്ട് കുറച്ച് ഫ്യൂലൂടെ നമുക്ക് മിച്ചം ഉണ്ടാവും. അപ്പം ഉച്ചയ്ക്ക് ഊണൊന്നും കഴിച്ചില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 11 മണി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഓറഞ്ചും ഉണ്ടായിരുന്നു. സമയം ഇപ്പം 3:10 അപ്പം നമുക്ക് തിരിക്കാം. മാഹിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് പൊന്നാനി എത്തി. സമയം ഇപ്പോൾ 8 മണിയായി. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർ സ്റ്റേ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് വന്ന പ്ലാനാണ്. അപ്പോൾ ഗുരുവായൂർ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പം അവിടെ റൂമുണ്ട്. അപ്പം നാളെ രാവിലെ എണീറ്റ് ഗുരുവായൂരപ്പനെയും തൊഴുതിട്ട് വീട്ടിലേക്ക് പോകാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ഗുരുവായൂരെത്തി. ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. മസാല ദോശ, പൊറോട്ട, അതാണ് ഫുഡ്. ഇപ്പം ഞങ്ങൾ റൂമിലാണുള്ളത്. ഗുരുവായൂർ എലൈറ്റിലാണ് റൂം എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.